നിയമസഭയിൽ മന്ത്രി വീണ ജോർജും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ വാക്പോര്. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തെ കണക്കുകൾ മന്ത്രി തിരുത്തിയതാണ് പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിച്ചത്. സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയക്ക് പോകേണ്ടി വരുമ്പോൾ പഞ്ഞി വരെ വാങ്ങേണ്ട ഗതികേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളിൽ നിന്ന് പണം വാങ്ങി ചികിത്സ നൽകിയിട്ടുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മന്ത്രി നിയമസഭയിൽ ശരിവച്ചു. ആരോഗ്യമേഖല കപ്പിത്താനില്ലാതെ പോവുകയാണെന്ന പ്രതിപക്ഷ വിമർശനത്തിന് കണക്കുകൾ നിരത്തി ആരോഗ്യമന്ത്രിയുടെ മറുപടി. UDF സർക്കാരിന്റെ കാലത്തെയും പിണറായി സർക്കാരിന്റെ 2 കാലത്തെയും കണക്കുകൾ മന്ത്രി നിയമസഭയിൽ നിരത്തി. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പണം നൽകി രോഗികൾക്ക് ചികിത്സ തേടേണ്ട അവസ്ഥ ഗൗരവതരമെന്ന് മന്ത്രി പറഞ്ഞു. ഡോക്ടർ ഹാരിസ് തിരക്കിൽ പറഞ്ഞ കാര്യം ശരിവച്ചായിരുന്നു മന്ത്രിയുടെ മറുപടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ മൂത്രാശയ കല്ല് പൊടിക്കുന്ന ഫ്ലെക്സിസ്കോപ്പ് എന്ന ഉപകരണം രോഗികളിൽ നിന്ന് പണം ഈടാക്കി വാങ്ങുന്നതായി കണ്ടെത്തിയതായി പരാമർശിക്കുന്നുണ്ട്. പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാർ നയത്തിന് വിരുദ്ധമാണ്. അത് സർക്കാർ ഗൗരവമായി കാണുന്നതാണ്. 10 വർഷമായി സിസ്റ്റത്തിന്റെ തകരാർ പരിഹരിച്ചില്ലേ എന്ന് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. 10 വർഷം മുമ്പുള്ള കണക്ക് പറഞ്ഞാണോ താരതമ്യം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ ചോദ്യം. ജില്ലാ ആശുപത്രികളുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്നാക്കിയെന്ന മന്ത്രിയുടെ വിമർശനത്തിനും പ്രതിപക്ഷ മറുപടി. 10 കൊല്ലം മുമ്പ് UDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്ക് ഒരു 25 കൊല്ലോ അല്ലെങ്കിൽ EMS സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറ സാർ, ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ആനമണ്ഡലത്തിലാണ്. പ്രതിപക്ഷ വിമർശനത്തിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആരോഗ്യമന്ത്രി പരോക്ഷമായി കുത്തി. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സാർ. സാർ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ആരോഗ്യമേഖലയിലെ നേട്ടങ്ങളും കണക്കുകളും നിരത്തി പ്രതിപക്ഷ നേതാവിനെ സംവാദത്തിന് ക്ഷണിച്ചു ആരോഗ്യമന്ത്രി. ഇത് തെറ്റാണെങ്കിൽ വി ക്യാൻ ഡിബേറ്റ് സർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അതിൽ സംവാദത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു സർ. മീഡിയ 1 തിരുവനന്തപുരം.